സർ, അതേപോലെ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലമെടുത്താൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പാണ് കഴിഞ്ഞ കാലയളവിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാടിന് വലിയൊരു ദുഷ്പേര് നിലനിന്നിരുന്നല്ലോ. നേരത്തെ ദീർഘകാലം വരുന്നേ ഉള്ളൂ. വ്യവസായ മന്ത്രിയായിരുന്ന ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാലോ കാര്യങ്ങൾ. ഈ നാടൊരു വ്യവസായ നിക്ഷേപ സൗഹൃദ നാടല്ല എന്നൊരു പ്രചരണമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രചരണത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ അത്തരം പ്രചാരകർക്കൊന്നും ഇന്നത് പ്രചരിപ്പിക്കാൻ കഴിയില്ല. സർ, അതിനിടയാക്കിയത് എന്താണ്? അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പ്രവർത്തനമാണ്. കാരണം ഇവിടെ ശക്തമായി ഉണ്ടായിരുന്ന ചുവപ്പ് നാട മുറിച്ച് കേരളത്തിൽ വരുന്ന സംരംഭകർക്ക് അനുകൂല സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. സർ, അതേപോലെ തന്നെ വിജ്ഞാനാധിഷ്ഠിത സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഉയർന്നു വരുന്നത്. സർ, നമ്മുടെ നാട് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നടത്തുന്ന മുന്നേറ്റം ആർക്കും കണ്ടില്ലെന്നടിക്കാനാവില്ല. രാജ്യത്തെല്ലാമുള്ള വിദഗ്ധരും നിഷ്പക്ഷമതികളുമെല്ലാം നമ്മെ ആ കാര്യത്തിൽ സംസ്ഥാനത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, 2011-16 കാലഘട്ടം എടുത്താൽ കേരളത്തിൽ ആരംഭിച്ചിരുന്നത് 300 സ്റ്റാർട്ടപ്പുകളായിരുന്നു. 2016 ശേഷം ഇതുവരെ എടുത്താൽ 6100ഓളം സ്റ്റാർട്ടപ്പുകളാണ്. സർ, ഇതുവഴി 5800 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ 60,000 സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. സർ, IT വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിക്കുകയാണ്. ഇവിടെ IT രംഗത്തെ കയറ്റുമതി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 34,123 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 90,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. 2016 IT പാർക്കുകളിൽ തൊഴിലെടുത്തത് 78,068 പേരായിരുന്നു. ഇപ്പോൾ 1,47,200 പേരാണ് അവിടെ ജോലിയെടുക്കുന്നത്. സർ, വ്യവസായ മേഖലയിൽ നല്ല പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത്. അത് ആർക്കും കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 3,41,636 സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. സർ, ഇതുവഴി 21,920 കോടി 88 ലക്ഷം രൂപയുടെ നിക്ഷേപം വരികയുണ്ടായി. തൊഴിലവസരങ്ങൾ 7,24,590 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, 1,00,000-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ്. അതും ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. സർ, നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖല 2016 തളർന്നു കിടക്കുകയായിരുന്നു. പക്ഷേ LDF സർക്കാർ ആ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ തെളിവായി കാണാൻ കഴിയും, നെൽകൃഷി 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വിസ്തൃതി നേരത്തെ 1.2 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപാദന വിപണന മേഖലകളെ
പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് യുവതലമുറയടക്കം കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്.